എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഇലയടയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ. വിഷുവിന് പൊതുവെ എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇലയട. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചക്കപ്പഴമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ചെമ്പരത്തി ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ പൊടിയായാലും മതി. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, വറുത്ത അരിപ്പൊടിയാണ്. അതിലോട്ട് 4 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കുഴച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒറ്റ പ്രാവശ്യം തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരേ രീതിയിൽ മാവ് വെന്ത് കിട്ടുമെന്നൊക്കെ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ അടയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒരു നൂൽപ്പരുവല്ല, കുറച്ച് തിന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ ഏകദേശം ഒരു അരമുറി തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. അങ്ങനെ ചക്കപ്പഴവും തേങ്ങായും ശർക്കര പാനിയും എല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പം അങ്ങനെ ചക്കയുടെ കൂട്ടൊക്കെ വേണ്ട നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഏലക്ക, ചുക്ക്, ജീരകം ഇത് മൂന്നും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അസാധ്യ വാസനയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഫ്ലേവർ. ഇത് വേണ്ട അത്യാവശ്യം നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഈ ഒരു പാകം അയച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ അടയ്ക്ക് ഫില്ല് ചെയ്യേണ്ട കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് തണുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇപ്പോൾ എല്ലാം നല്ല തണുത്തിട്ടിരിക്കുകയാണ്. ഇതിനി നല്ല സോഫ്റ്റായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ മാവൊക്കെ റെഡിയായിരിക്കുകയാണ്. അതേപോലെ അടയ്ക്കുള്ള ഇലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ അപ്പച്ചമ്പിനകത്ത് വെള്ളമൊക്കെ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടല്ലോ, ആവിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം മാവിന് ചെറിയൊരു ഉരുള എടുക്കുക, എന്നിട്ട് ഇതേപോലൊരു ഇലയിലോട്ട് വെക്കുക. വേണമെങ്കിൽ കയ്യിലിച്ചിരി എണ്ണ തടവാം. എന്നിട്ട് വേണ്ട ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കണ്ടല്ലോ, ചെറുതായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നോർമലി അടയ്ക്കൊക്കെ ഒരു പകുതി പോർഷനെ ഫില്ല് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് നിറച്ചും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ചക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ദണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അപ്പച്ചമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പരത്താൻ അറിയാത്തവർക്കാണെങ്കിൽ നമുക്ക് വേറൊരു ഇത് പറഞ്ഞുതരാം. ഇതേപോലെ ചെറിയ ബോളുകൾ എടുത്തിട്ട് ചെറിയൊരു ഇതേപോലെ തന്നെ സെയിം സൈസിലൊരു വാഴയിലയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും.
ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്ത് മടക്കി വെച്ച് അപ്പച്ചെമ്പിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ബാക്കി മാവും എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ദേണ്ട ചക്ക വെച്ചുള്ള ഇലയുടെയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ദേണ്ട വാവ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പഴം വെച്ചുള്ള അടിപൊളി ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.